ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാനലിന് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടും ആ ഒരു സ്നേഹവും നല്ല വാക്കുകളും എല്ലാത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട സമയത്ത് ചില ഹെൽപ്പുകൾ കിട്ടിയിട്ടുണ്ടാവും. അതൊരു പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റുന്ന ഒരു ഹെൽപ്പ് തന്നെയായിരിക്കും. ചിലരുടെ ഗൈഡൻസ് ആവാം, മോട്ടിവേഷൻ ആവാം, നല്ല വാക്കുകളാവാം. ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയമേ അവരുടെ കൂടെ ചിലവഴിച്ചിട്ടുണ്ടാവും. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടാവുന്നത്. ചിലപ്പോൾ നമ്മൾ നേരിട്ട് കാണാത്തവരാവാം, അവരുടെ വാക്കുകളാവാം നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇപ്പം നമ്മളൊന്ന് ഓർക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതത്തോടെ ഓർക്കുന്ന ചിലർ നമ്മുടെ ജീവിതത്തിൽ ഒരു മാന്ത്രികത, ഒരു മാജിക് സൃഷ്ടിച്ചവരായിരിക്കും അവര്. നമ്മളിപ്പോൾ മാജിക് എന്ന മനോഹരമായ പുസ്തകത്തിന്റെ സീരീസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാജിക് ഡേ പ്രാക്ടീസ് 12 ആണ്. മാജിക്കൽ പീപ്പിൾ ഹൂ മെയ്ഡ് എ ഡിഫറൻസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച അത്ഭുത മനുഷ്യർ, മാന്ത്രിക മനുഷ്യർ എന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഡൗൺ ആയി പോകുന്ന ചില നിമിഷങ്ങൾ, ചില ദിവസങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക, എന്താണ് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ചില സമയത്തൊരു കൺഫ്യൂഷൻ. ആ സമയത്തൊക്കെ ഒരു അത്ഭുതം പോലെ ചിലർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവരുടെ വാക്കുകൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. അന്നത്തെ ആ ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരു മാജിക് തന്നെ ആയിരിക്കും. മുന്നോട്ടുള്ള യാത്ര നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ കുറേ മാസങ്ങൾ, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ദിവസം ആ വാക്കുകൾ കേട്ടതിന് ശേഷമാണല്ലോ എനിക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് തന്നെ തോന്നും. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം നൽകിയ വ്യക്തികൾ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. നമ്മൾ എവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത്, ആരുടെ വാക്കുകളാണ് നമ്മളെ സ്വാധീനിച്ചത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. ചിലപ്പോൾ അത് ദിവസങ്ങളായിരിക്കും, ചിലപ്പോൾ അത് മാസങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ടീച്ചറായിരിക്കാം നമ്മളെ സ്വാധീനിച്ച വ്യക്തി, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കാം, നമ്മുടെ കസിനായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കാണാത്ത വ്യക്തികളായിരിക്കാം, അവരുടെ വാക്കുകളായിരിക്കാം ഇതിനു മുൻപ് പറഞ്ഞതുപോലെ നമ്മളെ ഇൻസ്പയർ ചെയ്തത്. ജീവിതത്തിന്റെ പല തിരക്കുകൾക്കിടയിലും നമ്മൾ അറിയാതെ തന്നെ മറന്നു പോയതായിരിക്കാം. പക്ഷേ അത് ഓർത്തെടുത്ത് നമ്മൾ ഹൃദയത്തിൽ നിന്നും നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ അവരോട് നമ്മൾ നന്ദി പറയണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വ്യക്തികളോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു പ്രാക്ടീസിനെ കുറിച്ചിട്ടാണ്. ഈ പ്രാക്ടീസ് എങ്ങനെയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് കാരണമായ 3 വ്യക്തികളെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ഓരോരുത്തർക്കും നന്ദി പറയുക. എന്തിനാണ് നന്ദി പറയുന്നത്, എങ്ങനെയാണ് അവർ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നുകൂടി വ്യക്തമായി പറയണം. പറയുന്ന സമയത്ത് ആ ഒരു ഫീലിങ്സും ഇമോഷൻസും കൊണ്ടുവന്നിട്ട് വേണം ആ താങ്ക് യു പറയുവാൻ വേണ്ടിയിട്ട്, നന്ദി പറയുവാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് താങ്ക് യു പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നത്, ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടായി, അതിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു എന്നെല്ലാം പറയാം. എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നിങ്ങൾക്ക് പറയാം. അതിനുശേഷം രണ്ടാമത്തെ വ്യക്തിയെ മുന്നിൽ കൊണ്ടുവന്ന്, അതായത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് അതേപോലെ പറയുക. അതിനുശേഷം മൂന്നാമത്തെ വ്യക്തി. നന്ദി പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ധൈര്യം നൽകിയതിന്, ആ ഒരു സംഭവത്തിന് ശേഷം, ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങളാണ് ഉണ്ടായത്, എനിക്കൊരുപാട് ആത്മവിശ്വാസം ഉണ്ടായി എന്ന് പറയാം. എൻ്റെ സങ്കടത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചതിന് നന്ദി പറയുന്നു എന്ന് പറയാം. എൻ്റെ സ്വപ്നങ്ങളെ നേടുവാൻ എന്നെ സഹായിച്ചതിന് നന്ദി. അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ തോന്നുന്നത്, മനസ്സിൽ തോന്നുന്നത് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നന്ദി പറയുന്ന സമയത്ത് അതിൻ്റെ കാരണങ്ങൾ കൂടി, എന്തുകൊണ്ടാണ് നന്ദി പറയുന്നത് എന്നതിൻ്റെ കാരണങ്ങൾ കൂടി പറയണം. ഒരേ സമയത്ത് തന്നെയാണ് ഈ 3 വ്യക്തികൾക്കും നന്ദി പറയേണ്ടത്. പറയുന്ന സമയത്ത് ഇമോഷൻസും ഫീലിങ്സും കൊണ്ടുവന്നിട്ട് വേണം പറയുവാൻ. ഏറ്റവും പവർഫുള്ളായ ഒരു പ്രാക്ടീസാണ്
നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ഉറക്കെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഉറക്കെ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ജേണലിൽ എഴുതാം. എഴുതി കഴിയുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പ്രാക്ടീസ് നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. സോ ഡേ 12 പ്രാക്ടീസ് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഏർലി മോർണിംഗ്, രാവിലെ എഴുന്നേറ്റതും കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള 10 അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുക, എഴുതുക, വായിക്കുക. താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് 3 പ്രാവശ്യം പറയുക. അടുത്തത് ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയ 3 വ്യക്തികളെ ഓർത്തെടുത്ത് അവർക്ക് നന്ദി പറയുക. എന്തിനു വേണ്ടിയാണ് നന്ദി പറയുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് എന്നുകൂടി പ്രത്യേകം ഓർത്ത് നന്ദി പറയണം. സോ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ഡേ 12 പ്രാക്ടീസ്. വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണത്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു പ്രാക്ടീസ് കഴിയുമ്പോൾ നല്ലൊരു സന്തോഷം നിങ്ങൾക്ക് തന്നെ ഫീലാവും. ഈ പ്രാക്ടീസ് കഴിഞ്ഞത് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി അയച്ചു കൊടുക്കൂ. ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.